നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളൊക്കെ ഒരുപാട് പീഡന വാർത്തകളൊക്കെ കേൾക്കുന്ന ഒരു സമൂഹത്തിലൂടെ അതല്ലെങ്കിൽ ഒരു കേരളത്തിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മദ്രസ പീഡനം എന്നുള്ളത്. ഈ മദ്രസകളിൽ നടക്കുന്ന പീഡനത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മതേതരം അങ്ങോട്ട് പൊട്ടി ഒഴുകിക്കൊണ്ട് അത് ഹിന്ദുവിന്റെയും നെഞ്ചത്തോട്ട് അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെയും നെഞ്ചത്തിട്ടുകൊണ്ട് അങ്ങോട്ട് ചവിട്ടിമെതിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണാറ്. ലക്ഷക്കണക്കിന് മദ്രസ പീഡനം നടക്കുന്നതിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് പുറത്ത് വാർത്തകളിലൂടെ മരുന്നിനെങ്കിലും പുറത്ത് ലോകത്ത് എത്താറ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത്തരത്തിൽ നടക്കുന്ന പീഡനങ്ങൾ, ഇങ്ങനെ പീഡനം നടക്കുന്നുണ്ട് എന്നുള്ളത് തുറന്നു പറയുന്ന ആളുകളൊക്കെ വളരെ വിരളമായിട്ടാണ് നമ്മൾ കാണാറ്. അത്തരത്തിൽ വിരളമായിട്ട് കാണുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്ന നമ്മൾക്ക് ഒരു മദ്രസ ഉസ്താദിന്റെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ നമ്മൾ പച്ചയ്ക്ക് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം സാധാരണ ഇവരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലോ വെളിപ്പെടുത്തലുകളോ ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇത്തരത്തിൽ ഒരാൾ മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ അത് ആ സമുദായത്തിന് ആഹ്ലാദിക്കാൻ, അഭിമാനിക്കാനുള്ള ഒരു വക തന്നെയാണ്. നമ്മൾക്കറിയാം, ജാമിദ ടീച്ചറായാലും ജബ്ബാർ മാഷായാലും അതല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ, സെബാസ്റ്റ്യൻ പുന്നക്കലായാലും അനിൽ കൊടിത്തോട്ടം, ആരിഫ് ഹുസൈൻ സാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ കൃത്യമായിട്ടും ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ തെളിവ് സഹിതം, അടിസ്ഥാനത്തിൽ സഹിതം, അവന്റെയൊക്കെ ആ പുസ്തകം സഹിതം കൃത്യമായിട്ട് തുറന്നു പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒരു ഉസ്താദ് തന്നെ ഞങ്ങൾ ഈ രീതിയിലൊക്കെയാണ് ഞമ്മന്റെ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ, കലാപരിപാടികൾ എന്ന് തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ അത് അഭിമാനിക്കേണ്ട നിമിഷം തന്നെയാണ്. നല്ല മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാട്ടോ പറയുന്നത്, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഞമ്മൻ്റെത് എല്ലാതും ഒന്ന് തന്നെയാണ്. ഒരേ പുസ്തകം പഠിക്കുന്നത് കൊണ്ട് നടക്കുന്ന പീഡനങ്ങൾ പുറത്തോട്ട് പറയരുതെന്നാണ് ഞമ്മന്റെ തക്കിയ എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷെ ഈ ചങ്ങാതിയുടെ, ഈ മൊല്ലാക്കയുടെ ഒരു വെളിപ്പെടുത്തലുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ മൊല്ലാക്കയുടെ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. കാരണം ഇതാരാണ് ഈ വ്യക്തി എന്നുള്ളത് നമ്മൾക്കറിയില്ല. ഒരുപാട് തലയെക്കെട്ടുകാരുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് ഈ ചങ്ങാതിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ച്, ഈ വീഡിയോ തന്നെ ആദ്യം കാണിച്ചിട്ട് ഞാനൊന്ന് പറയാം. കണ്ടോ, ഈ മൊല്ലാക്കയാണേ. കണ്ടോ, ഇനി ഈ ചങ്ങാതി പറയുന്ന ഇതാരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ പറയാം. കണ്ടില്ലേ, ഈ ചങ്ങാതി ഇനി ആരാണ് എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കുക. എനിക്ക് അറിയില്ല ഈ വ്യക്തിയെ, കാരണം ഒരുപാട് മൊല്ലാക്കന്മാരുള്ള കാലത്തൂടെയാണല്ലോ നമ്മൾ കടന്നു പോണത്. അതുകൊണ്ട് ഇനി പ്രേക്ഷകർ തീരുമാനിക്കും. ഇനി ഇദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കേട്ട് നോക്കാം. മദ്രസകളൊക്കെ പിടിക്കപ്പെടുന്ന വലിയ വലിയ തഹസീലുള്ള മൂല്യന്മാര് 18 കൊല്ലാ തടവ്. കാര്യം എന്താ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാക്കുക. ഉറക്കെ പറയരുത്, നമ്മളെ പണ്ഡിതന്മാരാ. എന്ത് പുണ്ണാക്കിലെ പണ്ഡിതനായി ഇവൻ? പ്രായപൂർത്തിയാകാത്ത പൈതങ്ങളെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വലിയ വലിയ ഡിഗ്രി വെച്ച് നടക്കുന്ന ഈ കാപ്പാലികന്മാരുടെ ലിംഗച്ഛേദം നടത്തേണ്ടതല്ലേ? ഓല് മാന്യന്മാര് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്താല് സ്വകാര്യമായ കാര്യല്ലേ? പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആ മേലെന്ന് വലിയ ഉസ്താദ് മുതലും തുടങ്ങേണ്ടി വരും. അപകടാവൂലേ ഇത് പറഞ്ഞാൽ? അബ്ബാസ് ഫൈസി അത്ര രൂക്ഷമായി പറഞ്ഞു. അബ്ബാസ് ഫൈസി, അങ്ങനെ എന്താണ് ഇയാളുടെ പേര് പറയുന്നത് കേട്ടോ, അബ്ബാസ് ഫൈസി. സാധാരണക്കാര് ചെയ്യോ അത്? പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ഷിആറാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? അത് കാണുമ്പോ ഇവിടെ പാരൊക്കെയല്ലേ നമുക്ക് പറ്റണത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിപതിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഉസ്മാൻ പ്രഖ്യാപിക്കുന്നത്. അവരെ ഹൃദയത്തെ നന്നാക്കണം, അവരെ ആട്ടിയോടിക്കല്ല. പൊന്നു ഹബീബന്മാരെ അപ്പണിന് ശരിയല്ല, മാറണ്ടേ? മദ്രസകൾ നടത്തിക്കോളി, ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഫിഖ്ഹ് പഠിപ്പിക്കണം, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. ഈമാൻ ഹൃദയത്തിൽ വേണം. അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും, പുറത്ത് പടക്കൽ വേറെ നടക്കും.
പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചയില്ല. വ്യഭിചാരം പാടില്ലാത്തതാണ്. വയല് കേൾക്കലുണ്ടപ്പോ ഇല്ല. കാരണം എന്താ? വ്യഭിചാരം പാടില്ലാത്തതാണ്. പെണ്ണുങ്ങളെ സംസർഗത്തിന് ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട്, അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട്, അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വയല്. അതൊക്കെ പണ്ട്. ഇപ്പൊ പ്രസംഗിച്ച ബേക്കൊക്കെ ഇങ്ങനെ നോക്കും, നിർത്ത് കയറി അല്ലേ 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 നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം? മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം? അപകടകരമായ രംഗവീതിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ്, എന്റെ കുട്ടിക്ക് ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദുമാരും കുട്ടികളെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഓന്റെ ചൗട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കണ്ടേ എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ ഇവിടുന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. പറ്റൂല, കയ്യും കാലം പോവും. തിന്മക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് പള്ളി എറിഞ്ഞുകൊണ്ട് അധാർമികതയുടെ പൂജകരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന അതിതീക്ഷ്ണവും നീചവും നികൃഷ്ടവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് പണ്ഡിത സഭകളുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ പ്രിയപ്പെട്ടവര്, നമുക്ക് എന്തിന് ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം? എന്ത് ആലോചിക്കാം. ഇനി ഉസ്താക്കന്മാരോടൊക്കെ പള്ളിക്കെന്ന് വയലറാൻ പറയും, മാലിന്യത്തെ കാലിനോട് വയലറാൻ പറയും. വ്യഭിചാരത്തിനെതിരെ ഒന്ന് പറയട്ടെ, സ്വവർഗ സംഭോഗത്തിനെതിരെ, ആൺകുട്ടികളുമായി സംലയത്തിൽ ഏർപ്പെടുന്ന, സംസർഗത്തിൽ ഏർപ്പെടുന്ന പ്രസംഗം പള്ളിക്കെന്ന് നടക്കുമ്പോ ജമാഅത്ത് കൂടാൻ വേണ്ടിയിട്ട് ജുമാക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ ഇവിടെ ഉസ്താദേ കളി നമ്മളോട് വേണോ? ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഇത് മാറ്റിയിട്ട് ഈമാനിലേക്ക് വരണ്ടേ? പരിശുദ്ധമായ ദീനിലേക്ക് വരണ്ടേ? അല്ലേ? ഡൽഹിയിൽ നടന്ന ദാരുണമായ സംഭവത്തെ കുറിച്ച് പ്രതിഷേധിക്കാണ്ട് നോക്കൂ, ഇത് കൃത്യമായിട്ടും അബ്ബാസ് ഫൈസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രഭാഷണമാണ് കേട്ടോ. എനിക്ക് ഇതിൽ അദ്ദേഹം തന്നെ പേര് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ, അതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയുന്നത്. ഈ അബ്ബാസ് ഫൈസിമാരെ പോലെ തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വന്നാൽ മാത്രമേ ഇവരുടെ ഇടയിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും മാറ്റം വരികയുള്ളൂ. നോക്കൂ, നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പീഡനം നടത്തപ്പെടുന്നു എന്നുള്ളത് ഈ ഉസ്താദ് തന്നെ തുറന്നു പറയുകയാണ്. അത് മാറ്റപ്പെടേണ്ടതല്ലേ, അതല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന് കൃത്യമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് അവിടെയാണ് നവോത്ഥാനം നടക്കുന്നത്. അത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മാത്രം മതത്തിൽ മാത്രം നടന്നാൽ പോരാ, ഞമ്മന്റെതിലും നടക്കണം എന്നുള്ളത് ഇതുപോലെയുള്ള അബ്ബാസ് ഫൈസിമാർ, അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ. ഈ അബ്ബാസ് ഫൈസിമാരൊക്കെ മുന്നോട്ട് വരുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്തിട്ട് അതിന്റെ ബാക്കിൽ ഞാൻ പറയാമെന്ന് മാത്രം. ഇത് തെളിവ് ചോദിക്കുന്ന കുറെ ജിഹാദികൾ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ കമന്റ് ബോക്സ് ആയിട്ട്. എന്താണ് ഖാദർ, മിസ്ബ, അബ്ദുൾ അസീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ കെ സുബ്രഹ്മണ്യൻ, അവന്റെയൊക്കെ ഹിന്ദു നാമധാരിയാണ്, സുഡാപ്പിയാണ് നമ്മൾക്കറിയാം. ഇവന്റെയൊക്കെ കുട്ടികളൊക്കെ ഈ ഉസ്താദുമാർക്ക് കൂട്ടിക്കൊടുത്ത് ശീലമുള്ളവന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ അബ്ബാസ് ഫൈസി പറയുന്ന ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേക്കും ഇവന്റെയൊക്കെ ആ കുട്ടികളുടെ എന്താ പറയാ മൂലം പൂരാടമാക്കുന്ന ആ കലാപരിപാടിക്ക് അനുകൂലത പറയുന്ന ഇവന്റെയൊക്കെ മനസ്സിലെ അവസ്ഥ
ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത്തരത്തിൽ ഈ അബ്ബാസ് ഫൈസിമാർ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഈ ഒരു വീഡിയോ മാന്യ പ്രേക്ഷകർ എല്ലായിടത്തേക്കും എത്തിക്കേണ്ടതുണ്ട്. കാരണം ഞമ്മന്റെ മദ്രസകളിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ഉസ്താദ് രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ഞമ്മന്റെ ഈ മദ്രസ പൊട്ടന്മാർക്ക് ഉണ്ടാവേണ്ട ഒരു അഭിമാനം, അതല്ലെങ്കിൽ എത്രയോ മുൻപ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ വീഡിയോ മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. ഞാനിവിടെ ഇത് കാണിക്കാൻ കാരണം എന്തെന്നറിയാമോ? തെളിവ് ചോദിക്കുന്ന കുറെ എണ്ണം വരാറുണ്ട് ഇവിടെ. അത് ഇസ്ലാമിക നാമധാരികളും അതുപോലെ ഞമ്മന്റെ ഹിന്ദു നാമത്തിലൊക്കെ വരുന്ന കുറെ സുഡാപ്പികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അബ്ബാസ് ഫൈസി ആണെന്ന് തോന്നുന്നു ഈ ചങ്ങാതിയുടെ പേര്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഇമാതിരി ഒരുപാട് എണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന്റെ പേരൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവൻ പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളതാണ് മാന്യ പ്രേക്ഷകരിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.